കിരിതു തോട്ടിലെ വെള്ളം വറ്റിയാലും കക്കയിൻ വരവു നിന്നിടിലും സറഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സറഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. അതേ പ്രിയമുള്ളവരെ, കാക്കയുടെ വരവ് നിർത്തിയും കെരീത് തോട്ടിലെ വെള്ളത്തെ വറ്റിച്ചും വീണ്ടും ഏലിയാവിനെ കരുതുന്ന ഒരു ദൈവം. ഒരു പക്ഷെങ്കിൽ നല്ല സുഖമായിട്ട് ആ തോടിനരികിൽ സന്തോഷത്തോടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രാവിലെയും വൈകിട്ടുമൊക്കെ കാക്കയിലൂടെ ആഹാരവും ആവശ്യമുള്ളപ്പോഴൊക്കെ കുടിക്കുവാൻ വെള്ളവുമൊക്കെ ഉണ്ടായിരുന്ന, ഒരു പ്രയാസമില്ലാതെ ഒരു കംഫോർട്ട് സോണിൽ ആയിരുന്ന ഏലിയാവിന് പെട്ടെന്നൊരു ദിവസത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, കാക്കയുടെ വരവ് നിൽക്കുന്നു, വെള്ളം വറ്റിപ്പോകുന്നു, വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തോടുകളെ ദൈവം വറ്റിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാക്കകളുടെ വരവ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കും, ദൈവം ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇത്ര പെട്ടെന്ന്? വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നല്ലോ, എന്തിനാണ് ഇതൊക്കെ നിർത്തിക്കളഞ്ഞത്? പ്രിയമുള്ളവരെ, അതും ദൈവീക കരുതലിൻ്റെ ഒരു സവിശേഷതയാണ്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു പക്ഷെങ്കിൽ ഈ കാക്കയിലും ഈ തോട്ടിലും മാത്രം ആശ്രയം വെച്ച് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ളവനല്ല ഏലിയാവ്. ദൈവത്തിന് ഏലിയാവിനെ പറ്റിയൊരു ദൈവീക പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിരുന്നു ദൈവിക കരുതൽ. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്, എന്നെയും നിങ്ങളെയും ഒരു പ്രത്യേക പദ്ധതിയോടുകൂടിയാണ് ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ കരുതൽ വ്യത്യസ്തമാണ്. എപ്പോഴും ഒരേ അനുഭവത്തിലൂടെ അവസ്ഥയിലൂടെ അല്ല നമ്മളെ കരുതി ദൈവം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് ഏത് സമയത്ത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിറവേറ്റി തരുന്ന ഒരു ദൈവിക പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ ദൈവിക പദ്ധതിക്ക് നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം നമുക്ക് മറ്റൊരു പാഠം കൂടി പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതായ ഒരു കാര്യം, നമ്മൾക്ക് എവിടെ നിന്നാണോ കരുതൽ ലഭിക്കുന്നത് അതിൽ പരിപൂർണമായിട്ട് ആശ്രയം വെച്ച് അവസാനം അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒരു പക്ഷെങ്കിൽ ഈ കാക്ക, ഈ തോട് ഈ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒരു ആശ്രയമായി തീർന്ന് തന്നവനെ മറന്ന് തന്നതിൻ്റെ പുറകെ, അല്ലെങ്കിൽ ഈ കാക്കയും ഈ തോടുമൊക്കെ ഏലിയാവിൻ്റെ ഒരു ശരണസ്ഥാനമായി ആശ്രയസ്ഥലമായി മാറുവാനും സാധ്യതയുണ്ടായിരുന്നു. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അപ്പമല്ല വലുത്, അപ്പം തന്നവനാണ്, അല്ലെങ്കിൽ അപ്പം തരുന്നവനാണ് വലുത്. ആ അപ്പത്തേക്കാൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ അപ്പത്തെ നൽകുന്നവനെയാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യന് അപ്പം കിട്ടിക്കഴിയുമ്പോൾ, അതായത് അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ അനുഗ്രഹത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അവിടെ ഏലിയാവിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. കാരണം ഈ തോടോ ഈ കാക്കയോ അല്ല നിന്നെ പുലർത്തുന്നത്. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പറയാറായിട്ടുണ്ട്, ഏലിയാവിനെ പോറ്റിയതാരാ? കാക്കയാണ്. പക്ഷെങ്കിൽ ഏലിയാവിനെ പോറ്റിയത് കാക്കയല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാക്കയിലൂടെ പോറ്റി പുലർത്തി കരുതിയ ഒരു ദൈവമുണ്ട്. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരണം. ഇന്ന് അനേകർക്ക് പറ്റുന്ന ഒരു പരാജയം അതാണ്. ഈ കാക്കകളിലുള്ള ആശ്രയം ഇന്ന് അനേകരെ ആത്മീയ തലത്തിൽ തകർത്തിട്ടുണ്ട്. കാക്ക പല രൂപത്തിലായിരിക്കാം. ചിലപ്പോൾ ചില സമ്പന്നന്മാരുടെയോ ബന്ധുമിത്രാദികളെയോ ചാർച്ചക്കാരുടെയോ പള്ളിക്കാരുടെയോ ഒക്കെ രൂപത്തിലായിരിക്കാം കാക്ക പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അവസാനം ഈ കാക്കയിലൂടെ പ്രവർത്തിച്ച ദൈവത്തെ മറന്ന് ഈ കാക്കകൾക്ക് മുൻഗണന കൊടുത്തും ആ കാക്കകൾ തന്നെ ചിലപ്പോൾ പറയാറായിട്ടുണ്ട്, ഞാനാണ് നിനക്കിതെല്ലാം തന്നത്. ഇന്ന് സമൂഹത്തിൻ്റെ ഒരു വലിയ
ഒരു ദയനീയ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ആരെയെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സഹായത്തിന് ഇവരൊക്കെ ഒരു മുഖാന്തരമായി കഴിയുമ്പോൾ പിന്നീട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടാണ്, ഞങ്ങൾ കരുതിയിട്ടാണ്, ഞങ്ങളാണ് അവരെ നിലനിർത്തുന്നത്, ഞങ്ങളാണ് അവരെ പുലർത്തുന്നത്. ആ ഒരു ചിന്താഗതി ഇന്നത്തെ സമൂഹത്തിലുള്ളതാണ്, കാക്കകളുടെ പുകഴ്ച. പക്ഷെ ഇവിടെ ദൈവം കാക്ക അതൊരു താൽക്കാലികമായ ഒരു അവസ്ഥയായിരുന്നു. കാക്കയിലൂടെ ദൈവം കരുതി, ആ തോട്ടിലൂടെ കരുതി. അത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം പലരെയും ഒരുക്കും. അതൊരു പക്ഷേ നമ്മൾ അറിഞ്ഞവരായിരിക്കാം, അറിയാത്തവരായിരിക്കാം. അവരോടൊക്കെ നന്ദി വേണം, നന്ദി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവത്തെ, ചിലരൊക്കെ പറയത്തുള്ളത് അവർ ദൈവമാണ് എനിക്ക്. അങ്ങനെ പറയുമ്പോൾ ചില കാക്കകളൊക്കെ ദൈവമായിട്ട് മാറാറായിട്ടുണ്ട്. ഇന്ന് ചില കാക്കകളുടെയൊക്കെ പ്രതിമ വെച്ച് ആരാധിക്കാറായിട്ടുണ്ട്. അതല്ല ഒരിക്കലും. കാക്കയിലൂടെ പ്രവർത്തിച്ച ദൈവത്തിന് വേണം നമ്മൾ മഹത്വം കൊടുക്കുവാൻ. അതാണ് ദൈവിക കരുതലിൻ്റെ പ്രത്യേകത. കാക്കയുടെ വരവ് നിൽക്കും പ്രിയമുള്ളവരെ, എന്നാൽ ദൈവത്തിൻ്റെ കരുതലിന് കുറവ് സംഭവിക്കത്തില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത് ഏലിയാവിനൊരു പാഠം പഠിപ്പിച്ചുകൊണ്ട് അടുത്തതിലേക്ക് വീണ്ടും ദൈവം ഏലിയാവിനെ നടത്തുകയാണ്. അതിനുശേഷം എന്താ ദൈവം പറഞ്ഞത്? നീ സാറാഫാത്തിലേക്ക് ചെല്ലുക. വീണ്ടും ദൈവം ഒരു പ്രതിസന്ധി കൂടെ സൃഷ്ടിച്ചു. കാരണം പെട്ടെന്ന് വെള്ളവും പറ്റുന്നു, കാക്കയുടെ വരവ് നിൽക്കുന്നു. ഇനി എന്തായി തീരും? ഒരു അസ്വസ്ഥത ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷെ ദൈവം അവനോട് പറയുകയാണ്, നീ ഭാരപ്പെടണ്ട, ഞാനല്ലേ പറഞ്ഞത് കരുതാമെന്ന്, നീ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. എന്നിട്ട് അടുത്ത ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ്. അവിടെയും ഏലിയാവിൻ്റെ ആ നല്ല സ്വഭാവത്തെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരു പ്രതിസന്ധി നേരിട്ടപ്പോഴും ദൈവികമായ വചനങ്ങളെ, ദൈവികമായ വാക്കുകളെ അനുസരിക്കുവാനുള്ളതായ ഒരു വലിയ മനസ്സ് വീണ്ടും അവിടെ ഏലിയാവ് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ഏലിയാവിനെ സാറാഫത്തിലേക്ക് അയക്കുന്നു. അതും ദൈവത്തിൻ്റെ കരുതലിൻ്റെ അടുത്ത ഒരു തലമാണ്, ഒരു പദ്ധതിയാണ്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഇന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മൾ ഭൂമിയിലെ അല്ലെങ്കിൽ കാക്കകളെയോ കെരുതുതോടുകളെയോ ആശ്രയിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അപ്പത്തെ ആരാധിക്കുന്നവരും അപ്പത്തിന് വേണ്ടി ഓടുന്നവരുമായി തീരാതെ അപ്പം തന്നവനെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത്, കാക്കയല്ല ആഹാരം നൽകിയത്, കാക്കയിലൂടെ കരുതിയ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ അങ്ങനെ ഒരു കരുതലിനെ തിരിച്ചറിയുമ്പോൾ, അനുസരണത്തോട് മുന്നേറുമ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയും സുഗമമായിട്ട് അവൻ അന്ത്യത്തോളം നമ്മളെ പരിപാലിക്കാൻ കരുതും. അതുകൊണ്ട് ഭൂമിയിലെ മനുഷ്യരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു മുഖാന്തരങ്ങൾ മാത്രമാണ്. അവർക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ട് അവരെ ആരാധിക്കുകയോ അവർക്ക് മഹത്വം കൊടുത്ത് ദൈവത്തെ മറക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് സർവശക്തനായ സകലത്തിൻ്റെയും ഉടയവനായ കരുതുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് എന്താണോ ആ ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത് അതനുസരിച്ച് ഏലിയാവിനെ പോലെ അനുസരണമുള്ളവരായിട്ട് മുന്നോട്ട് പോകുക. ദൈവീയ കരുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് പലപ്പോഴും പല കാക്കകളെയും കെരുതുതോടുകളെയും ഒക്കെ ഒരുക്കി ഞങ്ങളെ അനുദിനം പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നാൽ കാക്കയോ കെരുതുതോടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആരാധന സ്ഥാനമായി തീരാതെ കർത്താവിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് അപ്പം തന്നവനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ച് ഏലിയാവിനെ പോലെ ദൈവിക കരുതൽ അനുഭവിച്ച് മുന്നേറുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.